നിളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. ഹരിതാഭമായ നെൽപ്പാടങ്ങളും കാറ്റിന്റെ താളത്തിനൊത്ത് നൃത്തം വെക്കുന്ന തെങ്ങിൻ തോപ്പുകളും ആ ഗ്രാമത്തിന് ഒരു സ്വപ്നതുല്യമായ ചാരുത നൽകിയിരുന്നു. അതിരാവിലെ ഗ്രാമത്തിലെ അതിപുരാതനമായ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന ശംഖനാദവും മന്ത്രോച്ചാരണങ്ങളും കേട്ടാണ് ആ ഗ്രാമം ഉറക്കമുണർന്നിരുന്നത്. ആ നാടിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്തിരുന്ന പഴയതും പ്രൗഢിയുള്ളതുമായ ഒരു തറവാടായിരുന്നു ശ്രീനിലയം. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും സുപരിചിതവും പ്രിയപ്പെട്ടതുമായ ഇടം. അവിടെയാണ് നമ്മുടെ കഥാനായകനായ ആനന്ദ് ജനിച്ചു വളർന്നത്. സന്തോഷവും സമാധാനവും ഐശ്വര്യവും എപ്പോഴും കളിയാടിയിരുന്ന ആ വീട്ടിൽ നിന്നാണ് അവന്റെ ജീവിതത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ആനന്ദിന്റെ അച്ഛൻ നാരായണൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യാപാരിയായിരുന്നു. വളരെ സ്നേഹസമ്പന്നനും ഏവർക്കും പ്രിയങ്കരനുമായ ഒരു വ്യക്തി. തന്റേതായ കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയുമാണ് അദ്ദേഹം ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിച്ചത്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്കും നാട്ടിലെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കും എപ്പോഴും മുന്നിൽ നിന്നിരുന്നത് നാരായണനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായിരുന്നു. കച്ചവടത്തിൽ അദ്ദേഹത്തിന് നിരവധി സുഹൃത്തുക്കളും പങ്കാളികളുമുണ്ട്. പണത്തെക്കാളുപരി മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്ന നാരായണൻ തന്റെ ബിസിനസ് പങ്കാളികളെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് സ്നേഹിച്ചത്. വീട്ടിലെ പൂജാമുറിയിൽ ദിവസവും എണ്ണത്തിരി കത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ തന്റെ കുടുംബത്തിന്റെ ഐശ്വര്യത്തോടൊപ്പം തന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവരുടെയും നന്മയും അദ്ദേഹം കാംക്ഷിച്ചിരുന്നു. എന്നാൽ കാലം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. മനുഷ്യന്റെ അത്യാഗ്രഹം ചിലപ്പോഴൊക്കെ ഏറ്റവും നല്ല ബന്ധങ്ങളെയും തകർത്തെറിയും. നാരായണന്റെ അമിതമായ വിശ്വാസം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കി. ബിസിനസ്സിലെ പങ്കാളികൾ അദ്ദേഹത്തിന്റെ നല്ല മനസ്സിനെ ക്രൂരമായി ചൂഷണം ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അദ്ദേഹം അറിയാതെ തന്നെ കച്ചവടത്തിലെ ലാഭവിഹിതങ്ങൾ അവർ തട്ടിയെടുക്കുകയും വലിയ കടബാധ്യതകൾ നാരായണന്റെ തലയിൽ മാത്രമായി വരികയും ചെയ്തു. ഒടുവിൽ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന സത്യം പൂർണ്ണമായും തിരിച്ചറിഞ്ഞപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ കടക്കെണിയിലായ അദ്ദേഹം മാനസികമായി വല്ലാതെ തകർന്നുപോയി. പണ്ടത്തെ ആ പ്രൗഢിയുള്ള ചിരി അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും എന്നേക്കുമായി മാഞ്ഞുപോയി. ഒരു കർക്കിടക മാസത്തിലെ ഇരുണ്ട രാത്രി. പുറത്ത് കാറ്റും മഴയും തിമിർത്തു പെയ്യുന്നുണ്ടായിരുന്നു. പ്രകൃതി പോലും എന്തോ വലിയ ദുരന്തം വരാനുണ്ടെന്ന് അറിഞ്ഞതുപോലെ രോഷാകുലയായിരുന്നു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ പൂജാമുറിയിലെ കെടാവിളക്കിന് മുന്നിൽ വിതുമ്പിക്കരയുന്ന നാരായണനെ ഭാര്യ സാവിത്രി കണ്ണീരോടെ നോക്കി നിന്നു. പെട്ടെന്നാണ് അദ്ദേഹത്തിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. ഡോക്ടറെ വിളിക്കാനോ ആശുപത്രിയിൽ എത്തിക്കാനോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം നാരായണനെ കൂട്ടിക്കൊണ്ടുപോയി. ജീവനറ്റ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വീണ് നിലവിളിച്ച സാവിത്രിയുടെയും അച്ഛന് എന്തു പറ്റിയെന്ന് മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്ന ചെറിയ കുട്ടികളായ ആനന്ദിന്റെയും അഞ്ജലിയുടെയും സങ്കടം കണ്ടു നിൽക്കാൻ ആ ഗ്രാമത്തിന് പോലും കഴിഞ്ഞില്ല. ആ വലിയ തറവാടിന്റെ ഐശ്വര്യം അന്ന് ആ മഴയോടൊപ്പം എന്നേക്കുമായി ഒഴുകിപ്പോയി. നാരായണന്റെ മരണശേഷം അവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുണ്ട കയത്തിലേക്ക് വീഴുകയായിരുന്നു. കടക്കാർ ഓരോരുത്തരായി വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ ആകെയുള്ള സമ്പാദ്യമായ ശ്രീനിലയം എന്ന ആ വലിയ വീടും അതിനോടനുബന്ധിച്ചുള്ള ഭൂമിയും ബാങ്കുകാർ ജപ്തി ചെയ്തു. അധികം വൈകാതെ തന്നെ അവർക്ക് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുമായി സാവിത്രി വഴിയാധാരമായി. ഭർത്താവിന്റെ വേർപാട് നൽകിയ മാനസികാഘാതത്തിൽ നിന്നും മുക്തയാകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിന്റെ കൊടിയ ദാരിദ്ര്യം അവരെ തുറിച്ചു നോക്കി. ഒരു കാലത്ത് സഹായത്തിനായി വന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ആ ദുരവസ്ഥയിൽ അവരെ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ സാവിത്രി തന്റെ അമ്മാവന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു. എന്നാൽ അവിടെയും അവർക്ക് സമാധാനം ലഭിച്ചില്ല. അമ്മാവന്റെ കുടുംബത്തിലുള്ളവർക്ക് സാവിത്രിയുടെയും മക്കളുടെയും സാന്നിധ്യം ഒരു വലിയ ബാധ്യതയായാണ് തോന്നിയത്. കുത്തുവാക്കുകളും അവഗണനയും അവർക്ക് നിത്യവും സഹിക്കേണ്ടി വന്നു. എങ്കിലും തെരുവിലേക്ക് ഇറങ്ങിപ്പോകാൻ നിർവാഹമില്ലാത്തതിനാൽ സാവിത്രി ആ നിന്നയെല്ലാം കണ്ണീരോടെ സഹിച്ചു. ഒടുവിൽ അവരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സിലിഞ്ഞ അമ്മാവൻ തന്റെ പറമ്പിന്റെ ഒരറ്റത്തുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു ചെറിയ ഔട്ട് ഹൗസ് അവർക്ക് താമസിക്കാൻ നൽകി. കൂടാതെ പണ്ട് നാരായണൻ വാങ്ങിക്കൊടുത്തിരുന്ന ഒരു പഴയ തുന്നൽ മെഷീനും ആ വീട്ടിലേക്ക് അവർക്ക് മാറ്റാൻ അനുവാദം ലഭിച്ചു. അവിടെ നിന്നാണ് സാവിത്രിയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിച്ചത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ആ ചെറിയ വീട്ടിൽ തന്റെ മക്കളുടെ വിശപ്പകറ്റാൻ ആ അമ്മ രാപ്പകലില്ലാതെ അധ്വാനിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അവൾ നാട്ടുകാരുടെ തുണികൾ തയ്ച്ചും ഉറക്കം വരാതിരിക്കാൻ കണ്ണുകളിൽ പച്ചവെള്ളം തളിച്ചും സൂചി കുത്തിക്കയറി വിരലുകളിൽ നിന്നും രക്തം വന്നാലും അവൾ അത് കാര്യമാക്കാതെ മെഷീൻ ചവിട്ടി. തയ്ച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവൾ മക്കൾക്ക് കഞ്ഞി വെച്ചു കൊടുത്തു. സ്വന്തം വിശപ്പ് മറന്ന് അവൾ മക്കളെ ഊട്ടി. ആനന്ദും അഞ്ജലിയും അമ്മയുടെ ഈ കഷ്ടപ്പാടുകൾ കണ്ടുകൊണ്ടാണ് വളർന്നത്.
പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിലും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സാവിത്രി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അറിവ് മാത്രമാണ് എന്റെ മക്കളെ ഈ അവസ്ഥയിൽ നിന്നും കരകയറ്റുക എന്ന് അവൾ എപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആനന്ദ് പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. അമ്മയുടെ അധ്വാനത്തിന് അർത്ഥമുണ്ടാകണമെന്ന വാശി അവനിൽ ഉണ്ടായിരുന്നു. നിറം മങ്ങിയ പലയിടത്തും തുന്നിച്ചേർത്ത ഉടുപ്പുകൾ ധരിച്ചാണ് അവൻ സ്കൂളിൽ പോയിരുന്നത്. പലപ്പോഴും അവന് ചോറ്റുപാത്രം കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഉച്ചനേരങ്ങളിൽ സ്കൂളിലെ മാവിൻ ചുവട്ടിലിരുന്ന് വിശപ്പകറ്റാൻ പച്ചവെള്ളം കുടിക്കുമ്പോഴും അവന്റെ കണ്ണുകളിൽ വലിയൊരു സ്വപ്നത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ 10ാം ക്ലാസ്സിലും തുടർന്ന് +2വിലും ഉന്നത വിജയത്തോടെയാണ് ആനന്ദ് പാസ്സായത്. ജില്ലയിൽ തന്നെ മികച്ച റാങ്ക് വാങ്ങിയ അവനെ സ്കൂളിലെ അധ്യാപകരെല്ലാം അഭിനന്ദിച്ചു. എന്നാൽ +2 കഴിഞ്ഞതോടെ ആനന്ദിന്റെ ഉപരിപഠനം ഒരു ചോദ്യചിഹ്നമായി മാറി. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നായിരുന്നു അവന്റെ വലിയ ആഗ്രഹം. അതിനുള്ള മികച്ച റാങ്കും അവനുണ്ടായിരുന്നു. പക്ഷേ തുടർ പഠനത്തിനുള്ള ഭീമമായ തുക കണ്ടെത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരുന്നു. തങ്ങളുടെ നിസ്സഹായതയോർത്ത് ആനന്ദും സാവിത്രിയും രാത്രികളിൽ പരസ്പരം കാണാതെ കണ്ണീർ വാർത്തു. തന്റെ മകന്റെ സങ്കടം കണ്ട് സഹിക്കാൻ കഴിയാതെ സാവിത്രി ദിവസവും അതിരാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി കണ്ണീർ വാർത്ത് പ്രാർത്ഥിച്ചു. എന്റെ കുട്ടിയുടെ ഭാവി ഇരുളിലാക്കരുതേ അമ്മേ എന്ന് ആ അമ്മയുടെ ഹൃദയം തേങ്ങി. അങ്ങനെയിരിക്കെയാണ് ആ ഇരുണ്ട വീട്ടിലേക്ക് ഒരു വെളിച്ചമായി ഒരു പുതിയ അതിഥി ആ ഗ്രാമത്തിലേക്ക് വന്നത്. ആനന്ദിന്റെ വീടിന് തൊട്ടടുത്തായി ഒരു പുതിയ വാടകക്കാർ താമസിക്കാൻ വന്നു. രവീന്ദ്രൻ നായർ എന്നാണ് ഗൃഹനാഥന്റെ പേര്. ഉന്നത പദവിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. വളരെ ശാന്തനും വലിയ വായനാശീലവുമുള്ള ദയാലുവായ ഒരു വ്യക്തി. ഒരു ദിവസം സായാഹ്നത്തിൽ ഗ്രാമം ചുറ്റിക്കാണാനിറങ്ങിയ രവീന്ദ്രൻ നായർ യാദൃശ്ചികമായി ആനന്ദിന്റെ വീടിന് മുന്നിലെത്തി. മുറ്റത്തെ ഇരുട്ടിലിരുന്ന് പഴയൊരു ഇംഗ്ലീഷ് പുസ്തകം വായിക്കുന്ന ആനന്ദിനെ അദ്ദേഹം ശ്രദ്ധിച്ചു. സംസാരത്തിനിടയിൽ ആനന്ദിന്റെ പഠനകാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. വളരെ വിനയത്തോടെ ആനന്ദ് തന്റെ അവസ്ഥകൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു. തന്റെ സർട്ടിഫിക്കറ്റുകളും അവൻ അദ്ദേഹത്തെ കാണിച്ചു. ആ ഉന്നത വിജയങ്ങൾ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. യാതൊരു ചുറ്റുപാടുകളുമില്ലാതെ ഇത്രയും വലിയ മാർക്ക് വാങ്ങിയ ആ മിടുക്കനായ വിദ്യാർത്ഥിയോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു വാത്സല്യം തോന്നി. ആനന്ദിന്റെ പ്രതിഭ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പാഴായി പോകരുതെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അദ്ദേഹത്തിന് നഗരത്തിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പ്രമുഖനായ ഒരു വ്യവസായിയാണ് വിശ്വനാഥ മേനോൻ. വളരെ വിശാല മനസ്കനായ മേനോൻ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ധാരാളം സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്. രവീന്ദ്രൻ നായർ പിറ്റേന്ന് തന്നെ മേനോനെ വിളിച്ച് ആനന്ദിന്റെ കാര്യം സംസാരിച്ചു. ആനന്ദിന്റെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ കണ്ടപ്പോൾ തന്നെ മേനോന് കാര്യങ്ങൾ മനസ്സിലായി. അവനെ പോലൊരു മിടുക്കനെ സഹായിക്കാൻ അദ്ദേഹം സന്തോഷത്തോടെ തയ്യാറായി. ആനന്ദിന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ മുഴുവൻ ചെലവും താൻ വഹിച്ചു കൊള്ളാമെന്നും മികച്ച കോളേജിൽ അഡ്മിഷൻ ശരിയാക്കാമെന്നും മേനോൻ രവീന്ദ്രൻ നായർക്ക് ഉറപ്പു നൽകി. ഈ വാർത്തയുമായി രവീന്ദ്രൻ നായർ ആനന്ദിന്റെ വീട്ടിലെത്തിയപ്പോൾ ആ ചെറിയ വീട്ടിൽ വസന്തം വിരിഞ്ഞതുപോലെയായിരുന്നു. വാർത്ത കേട്ടപ്പോൾ സാവിത്രിയുടെ കണ്ണുകളിൽ നിന്ന് അണപൊട്ടിയൊഴുകിയത് ആനന്ദാശ്രുക്കളായിരുന്നു. യാതൊരു രക്തബന്ധവും ഇല്ലാതിരുന്നിട്ടും തങ്ങളെ സഹായിക്കാൻ വന്ന രവീന്ദ്രൻ നായരെ അവർ ഈശ്വരതുല്യനായി കണ്ടു. അങ്ങനെ ആനന്ദിന്റെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളച്ചു. ദാരിദ്ര്യത്തിന്റെ കരുനിഴലിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനായി അവൻ നഗരത്തിലെ പ്രശസ്തമായ കോളേജിലേക്ക് യാത്രയാവുകയാണ്. യാത്ര തിരിക്കുന്ന അന്ന് രാവിലെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഒരു ഏലസ് സാവിത്രി മകന്റെ വലതു കൈയിൽ കെട്ടിക്കൊടുത്തു. നിറകണ്ണുകളോടെ എന്നാൽ വലിയൊരു പ്രതീക്ഷയോടെ ആനന്ദ് നഗരത്തിലേക്ക് വണ്ടി കയറി. ആ യാത്ര അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറാൻ പോവുകയായിരുന്നു. നഗരത്തിലെ ആ പ്രശസ്തമായ എഞ്ചിനീയറിംഗ് കലാലയം ആനന്ദിന് തികച്ചും പുതിയൊരു ലോകമായിരുന്നു. ആർഭാടവും ആഘോഷങ്ങളും നിറഞ്ഞ ക്യാമ്പസിന്റെ വർണ്ണപുലിമകൾക്കിടയിലും അവൻ തന്റെ ലക്ഷ്യത്തിൽ നിന്നും അണുവിട വ്യതിചലിച്ചില്ല. തന്റെ അമ്മയുടെ വിയർപ്പിന്റെയും കണ്ണീരിന്റെയും വില അവന് നന്നായി അറിയാമായിരുന്നു. രാപ്പകലില്ലാതെയുള്ള അക്ഷീണമായ പരിശ്രമം മാത്രമായിരുന്നു അവന്റെ കൈമുതൽ. പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ നേരിടണമെന്നും ദാരിദ്ര്യത്തിന്റെ ആ കൈപ്പേറിയ നാളുകൾ അവനെ പഠിപ്പിച്ചിരുന്നു. ക്ലാസുകളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറാൻ അവന് അധികകാലം വേണ്ടി വന്നില്ല. അവനെ സഹായിച്ച വിശ്വനാഥ മേനോൻ എന്ന ആ വലിയ മനുഷ്യന്റെ കാരുണ്യത്തിന് അവൻ നൽകിയ ഏറ്റവും മികച്ച പാരിതോഷികം പരീക്ഷകളിലെ അവന്റെ ഉജ്ജ്വലമായ വിജയങ്ങളായിരുന്നു. ആ കലാലയത്തിൽ തന്നെ അവനേക്കാൾ 1 വർഷം താഴെ പഠിക്കുന്നവളായിരുന്നു മാളവിക, വിശ്വനാഥ മേനോന്റെ ഏക മകൾ. സമ്പത്തിന്റെ നടുവിൽ വളർന്നിട്ടും യാതൊരുവിധ അഹങ്കാരവുമില്ലാത്ത തികച്ചും ശാന്തപ്രകൃതയായ ഒരു പെൺകുട്ടി. അവൾക്ക് ആനന്ദിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. തന്റെ അച്ഛൻ എപ്പോഴും വാചാലനാകാറുള്ള ആ പാവപ്പെട്ട മിടുക്കനെ അവൾ ദൂരത്തു നിന്നും കൗതുകത്തോടെ നോക്കിക്കണ്ടു. മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിലും അവന്റെ കണ്ണുകളിലെ ആത്മവിശ്വാസവും പഠനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും അവളെ വല്ലാതെ ആകർഷിച്ചു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ ആകർഷണം ഒരു കടുത്ത പ്രണയമായി അവളുടെ മനസ്സിൽ വേരുറപ്പിക്കുകയായിരുന്നു.
ആനന്ദിന്റെ ഓരോ ചലനങ്ങളും ചിരിയും അവന്റെ ഗൗരവം നിറഞ്ഞ നോട്ടങ്ങളും അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ഒരു സായാഹ്നത്തിൽ കലാലയമുറ്റത്തെ വലിയ ഗുൽമോഹർ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് കൊഴിഞ്ഞു വീണ ചുവന്ന പൂക്കൾക്ക് സാക്ഷിയായി അവൾ തന്റെ മനസ്സിലെ അനുരാഗം ആനന്ദിനോട് തുറന്നു പറഞ്ഞു. ആ നിമിഷം അവന്റെ ഉള്ളിലൂടെ വലിയൊരു ഇടിമിന്നൽ കടന്നുപോയതുപോലെ അവന് തോന്നി. തീർത്തും അപ്രതീക്ഷിതമായ ആ വെളിപ്പെടുത്തൽ അവനെ വല്ലാതെ സ്തംഭിപ്പിച്ചു. ഉള്ളിന്റെ ഉള്ളിൽ അവൾ അവനൊരു പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ സ്നേഹവും പെരുമാറ്റവും അവനിലും അനുരാഗത്തിന്റെ മുകുളങ്ങൾ വിരിയിച്ചിരുന്നു. എന്നാൽ തനിക്കതിന് അവകാശമില്ലെന്ന് അവന്റെ ബുദ്ധി അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. വളരെ ശാന്തനായി എന്നാൽ ദൃഢമായ സ്വരത്തിൽ ആനന്ദ് അവളോട് പറഞ്ഞു, മാളവിക, നീ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്. പക്ഷേ ഈ കലാലയത്തിന്റെ പടി കടന്നു വന്നത് വലിയൊരു സ്വപ്നവും പേറിയാണ്. ആ ചോർന്നൊലിക്കുന്ന കൂരയിൽ എനിക്കായി കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട്. ഒരുപാട് ബാധ്യതകളുണ്ട്. എന്റെ കുടുംബത്തെ പട്ടിണിയിൽ നിന്നും കരകയറ്റുക എന്നതാണ് എന്റെ പ്രാഥമികമായ കടമ. നമ്മൾ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും പഠനത്തിലായിരിക്കണം. ഈ പ്രണയം എന്റെ ലക്ഷ്യങ്ങളെ വഴിതിരിച്ചുവിടുമെന്ന് ഞാൻ ഭയക്കുന്നു. അവന്റെ ആ വാക്കുകളിൽ ഒരു വലിയ നിരസിക്കലിന്റെ വേദനയുണ്ടായിരുന്നെങ്കിലും അതിലുപരി ഒരു വലിയ മനുഷ്യസ്നേഹിയും ഉത്തരവാദിത്വമുള്ള ഒരു മകനും ഉണ്ടായിരുന്നു. ആ മറുപടി കേട്ട് മാളവികയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും അവനോടുള്ള അവളുടെ ബഹുമാനം 100 ഇരട്ടി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. കാലം അതിവേഗം കടന്നുപോയി. 4 വർഷത്തെ പഠനം ഉന്നത വിജയത്തോടെ ആനന്ദ് പൂർത്തിയാക്കി. അവന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ക്യാമ്പസിൽ നടന്ന സെലക്ഷനിലൂടെ അവന് വിദേശത്ത് മികച്ച ശമ്പളമുള്ള ഒരു ജോലി ലഭിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ സാവിത്രിയുടെ കണ്ണുകളിൽ നിന്നും വീണത് ആനന്ദാശ്രുക്കളായിരുന്നു. താൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഒടുവിൽ ഈശ്വരൻ തന്ന വലിയൊരു അനുഗ്രഹമായി അവർ അതിനെ കണ്ടു. യാത്ര തിരിക്കുന്ന ദിവസം ആ കൊച്ചു വീടിന്റെ മുറ്റത്ത് വലിയൊരു മൗനം തളം കെട്ടി നിന്നിരുന്നു. ആദ്യമായാണ് അവൻ തന്റെ അമ്മയെയും പെങ്ങളെയും വിട്ടുപിരിയുന്നത്. വിരഹത്തിന്റെ നൊമ്പരം ആ 3 ഹൃദയങ്ങളിലും വല്ലാതെ വിങ്ങലുണ്ടാക്കി. പെങ്ങൾ അഞ്ജലി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. സാവിത്രി തന്റെ മകന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഇടറിയ സ്വരത്തിൽ പ്രാർത്ഥിച്ചു. കരയാതിരിക്കുക അമ്മേ, അവൻ അമ്മയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഈ യാത്ര എനിക്ക് പോയേ മതിയാകൂ. കുറച്ചു നാളത്തെ വിഷമം മാത്രമേയുള്ളൂ. എല്ലാം ഞാൻ ശരിയാക്കാം. തന്റെ നെഞ്ചിലെ സങ്കടം പുറത്തു കാണിക്കാതെ വലിയൊരു ഉത്തരവാദിത്വം നെഞ്ചിലേറ്റി അവൻ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. കടലുകൾക്കപ്പുറമുള്ള ആ അപരിചിതമായ രാജ്യം അവന് വലിയൊരു അത്ഭുതമായിരുന്നു. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളും തിരക്കേറിയ നിരത്തുകളും തീർത്തും വ്യത്യസ്തമായ സംസ്കാരവും അവനിൽ അല്പം ഭയം ജനിപ്പിച്ചു. മുൻപരിചയമില്ലാത്ത ഒരു തൊഴിൽ മേഖല, എന്നാൽ അവന്റെ കഠിനാധ്വാനശീലം അവിടെയും അവന് തുണയായി. ജോലിയോടുള്ള അവന്റെ ആത്മാർത്ഥതയും അർപ്പണബോധവും സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. എത്ര ബുദ്ധിമുട്ടുള്ള ദൗത്യങ്ങളും അവൻ പുഞ്ചിരിയോടെ ഏറ്റെടുക്കുകയും കൃത്യതയോടെ പൂർത്തിയാക്കുകയും ചെയ്തു. കമ്പനിയുടെ മാനേജർക്ക് ആനന്ദിനെ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടമായി. അവന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ കമ്പനി അധികൃതർ അവന് വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അവന് ആദ്യത്തെ പ്രൊമോഷൻ ലഭിച്ചു. പടിപടിയായി അവൻ തന്റെ കരിയറിൽ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ തുടങ്ങി. സ്ഥാനക്കയറ്റങ്ങൾക്കൊപ്പം അവന്റെ സാമ്പത്തിക നിലയും മെച്ചപ്പെട്ടു. മാസത്തിലൊരിക്കൽ നാട്ടിലേക്ക് വലിയൊരു തുക അവൻ അയച്ചു തുടങ്ങി. ആ കൊച്ചു വീടിന്റെ ഇല്ലായ്മകൾ പതിയെ പതിയെ ഇല്ലാതായി തുടങ്ങി. നാട്ടിലുള്ള അമ്മയ്ക്കും പെങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം അവൻ വാങ്ങിക്കൊടുത്തു. സാമ്പത്തിക ഭദ്രത വന്നതോടെ കഴിഞ്ഞ കാലത്തെ ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീർ ഓർമ്മകൾ അവനിൽ നിന്നും പതുക്കെ മാഞ്ഞു തുടങ്ങുകയായിരുന്നു. ഒരു പുതിയ മനുഷ്യനായുള്ള അവന്റെ പരിണാമം അവിടെ ആരംഭിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഭാവിയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല. കാലം അതിവേഗം കടന്നുപോയി. വിദേശത്തെ ആധുനിക നഗരത്തിന്റെ പകിട്ടുകളിൽ ആനന്ദിന്റെ ജീവിതം ഒരു പുതിയ തലത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ടുകളിലെ അക്കങ്ങൾ പെരുകിയപ്പോൾ ഗ്രാമത്തിലെ ആ പഴയ കൊച്ചു വീടിന്റെ സ്ഥാനത്ത് ഒരു വലിയ മാറ്റം സംഭവിച്ചു. പഴയ ആ പൊളിഞ്ഞു വീഴാറായ ഔട്ട് ഹൗസ് നിന്നിരുന്ന മണ്ണിൽ ആധുനിക വാസ്തുവിദ്യയുടെയും പരമ്പരാഗത കേരളീയ ശില്പചാരുതയുടെയും സമന്വയമായ അതിവിശാലമായ ഒരു ഇരുനില മാളിക തലയുയർത്തി നിന്നു. ശ്രീനിലയം എന്ന അവരുടെ പഴയ തറവാടിന്റെ പ്രൗഢിയെ വെല്ലുന്ന തരത്തിലായിരുന്നു ആ പുതിയ വീടിന്റെ നിർമ്മിതി. വിശാലമായ മുറ്റവും കൊത്തുപണികൾ ചെയ്ത കൂറ്റൻ തേക്കിൻ വാതിലുകളും ആനന്ദിന്റെ പുതിയ സാമ്പത്തിക ഭദ്രതയുടെ വിളിച്ചറിയിക്കലുകളായിരുന്നു. ആനന്ദിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ ലക്ഷ്യം തന്റെ ഏക സഹോദരി അഞ്ജലിയുടെ വിവാഹമായിരുന്നു. തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു നിഴൽ പോലും അവളുടെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. നാട് മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ തികഞ്ഞ ആഡംബരത്തോടെയാണ് അവൻ അഞ്ജലിയുടെ വിവാഹം നടത്തിയത്. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ സ്വർണത്തിൽ പൊതിഞ്ഞവളെ പോലെയാണ് അഞ്ജലി മണ്ഡപത്തിലേക്ക് വന്നത്. നാദസ്വരത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ഒരു കുടുംബത്തിലേക്കാണ് അവൻ അവളെ വിവാഹം കഴിച്ചയച്ചത്. ആനന്ദിന്റെ സമ്പത്തും വളർച്ചയും കണ്ട് പല ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉള്ളിന്റെ ഉള്ളിൽ അസൂയ തോന്നിയിരുന്നെങ്കിലും അവൻ അതൊന്നും വകവെച്ചില്ല. എന്നാൽ സമ്പത്തിന്റെ ഈ കുത്തൊഴുക്ക് ആനന്ദിന്റെ മനസ്സിൽ അറിയാതെ ചില മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു.
പണ്ട് വിശപ്പകറ്റാൻ മാവിൻ ചുവട്ടിലിരുന്ന് പച്ചവെള്ളം കുടിച്ച ആ പഴയ ആനന്ദ് പതുക്കെ അവനിൽ നിന്നും അപ്രത്യക്ഷനാകുകയായിരുന്നു. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ആഡംബര കാറുകളും ഉയർന്ന ജീവിത നിലവാരവും അവന്റെ ചിന്താഗതികളെ അടിമുടി മാറ്റിമറിച്ചു. പണമുണ്ടെങ്കിൽ ലോകത്ത് എന്ത് നേടാനും സാധിക്കുമെന്ന ഒരു മിഥ്യാബോധം അവനിൽ വേരുറപ്പിച്ചു. കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും പഴയകാല ഓർമ്മകൾ അവന് കേവലം ഒരു ദുസ്വപ്നം മാത്രമായി മാറി. തന്നെ സഹായിച്ചവരെയും താൻ കടന്നുവന്ന ദുർഘടമായ പാതകളെയും അവൻ സൗകര്യപൂർവ്വം മറക്കാൻ തുടങ്ങി. താനൊരു സ്വയംകൃത പ്രഭുവാണെന്ന അഹങ്കാരം ആ മനസ്സിനെ പതുക്കെ കാർന്നു തിന്നുകയായിരുന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ആനന്ദിന് വിവാഹപ്രായമായി. അവൻ അവധിക്ക് നാട്ടിൽ വരുമ്പോഴെല്ലാം അമ്മ സാവിത്രി വിവാഹത്തിന്റെ കാര്യം സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ഏകാന്തത ആ അമ്മയെ വല്ലാതെ അലട്ടിയിരുന്നു. തന്റെ ശിഷ്ടകാലം മകന്റെയും മരുമകളുടെയും കൊച്ചുമക്കളുടെയും സ്നേഹത്തണലിൽ കഴിയണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. ഒരു ദിവസം സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ ദീപം തെളിയിച്ച ശേഷം സാവിത്രി ആനന്ദിന്റെ അരികിലെത്തി. വളരെ സ്നേഹത്തോടെ അവർ പറഞ്ഞു, മോനെ, നിനക്കിനി ഒരു കൂട്ടു വേണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്കാവില്ലേ? എനിക്കൊരു മോഹമുണ്ട്. പണ്ട് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ഈശ്വരനെ പോലെ ചിലർ വന്നാണ് നമ്മളെ സഹായിച്ചത്. അതുകൊണ്ട് വലിയ പണവും പ്രതാപവും ഒന്നുമില്ലാത്ത എന്നാൽ നല്ല ഗുണങ്ങളുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയെ നമുക്ക് ആലോചിച്ചാലോ? ആ കുടുംബത്തിനും അതൊരു വലിയ സഹായമാകുമല്ലോ. തന്റെ അമ്മയുടെ ഈ വാക്കുകൾ കേട്ടതും ആനന്ദിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവനിൽ ഉറങ്ങിക്കിടന്നിരുന്ന അഹന്ത പെട്ടെന്ന് ഉണർന്നു. അല്പം രോഷത്തോടെ എന്നാൽ പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ അവൻ മറുപടി പറഞ്ഞു, അമ്മ എന്തൊക്കെയായി പറയുന്നത്? പാവപ്പെട്ട കുടുംബത്തിൽ നിന്നോ? അമ്മയ്ക്കറിയാമോ ഞാൻ ഇപ്പോൾ ആരാണെന്ന്? വിദേശത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിൽ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു സീനിയർ മാനേജറാണ് ഞാൻ. എനിക്ക് എന്റെ കോർപ്പറേറ്റ് സർക്കിളിൽ എന്റേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. വലിയൊരു നിലയും വിലയുമുണ്ട്. പഴയ ആ ദരിദ്രനായ ആനന്ദല്ല ഞാൻ. എന്റെ ഭാര്യയാകാൻ വരുന്നവൾ എന്റെ സ്റ്റാറ്റസിനൊത്തവളായിരിക്കണം. അല്ലാതെ എവിടെന്നോ വരുന്ന കുറച്ച് പാവങ്ങളെ ഉദ്ധരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ നിലവാരത്തിന് ചേർന്ന ആലോചനകൾ മാത്രം അമ്മ നോക്കിയാൽ മതി. ആനന്ദിന്റെ ആ വാക്കുകൾ സാവിത്രിയുടെ ഹൃദയത്തിൽ ഒരു കഠാര പോലെയാണ് തറച്ചു കയറിയത്. അവർ ആകെ തരിച്ചുപോയി. പട്ടിണി കിടന്നാലും അന്യന്റെ മുന്നിൽ കൈനീട്ടരുതെന്ന് പഠിപ്പിച്ച സ്നേഹത്തിനും ബന്ധങ്ങൾക്കും മാത്രം വില കൽപ്പിച്ചിരുന്ന ആ പഴയ ആനന്ദ് എവിടെ പോയി മറഞ്ഞു? സമ്പത്ത് തന്റെ മകന്റെ കണ്ണുകളെ ഇത്രത്തോളം അന്ധമാക്കിയോ എന്ന് ചിന്തിച്ച് ആ അമ്മയുടെ ഹൃദയം വിതുമ്പി. തന്റെ ഭർത്താവിനെ തകർത്തത് മറ്റുള്ളവരുടെ ചതിയായിരുന്നെങ്കിൽ സ്വന്തം മകനെ തകർക്കാൻ പോകുന്നത് അവന്റെ തന്നെ അഹങ്കാരമാണെന്ന് ആ അമ്മയുടെ മനസ്സ് മന്ത്രിച്ചു. കണ്ണീരോടെ യാതൊന്നും മിണ്ടാതെ സാവിത്രി ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒടുവിൽ ആനന്ദിന്റെ ആഗ്രഹപ്രകാരം തന്നെ വിവാഹാലോചനകൾ നടന്നു. നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ സ്വർണ്ണ വ്യാപാരിയുടെ മകളായ നന്ദിനിയുടെ ആലോചനയാണ് അവന് ഏറ്റവും അനുയോജ്യമായി തോന്നിയത്. ജനിച്ച നാൾ മുതൽ സ്വർണ്ണക്കരണ്ടിയുമായി വളർന്ന യാതൊരുവിധ കഷ്ടപ്പാടുകളും എന്തെന്നറിയാത്ത തികച്ചും ആധുനിക ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടി. അവളുടെ കുടുംബത്തിന്റെ സമ്പത്തും പ്രതാപവും ആനന്ദിന്റെ അഹങ്കാരത്തിന് കൂടുതൽ തിളക്കം നൽകി. ഇരു കൂട്ടർക്കും സമ്മതമായതോടെ ആ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു. തന്റെ പദവിയും സമ്പത്തും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കാണിക്കാനുള്ള ഒരു സുവർണാവസരമായാണ് ആനന്ദ് ആ വിവാഹത്തെ കണ്ടത്. ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ വിവാഹ മാമാങ്കം. നഗരത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച വേദിയിൽ വെച്ച് ആനന്ദ് നന്ദിനിയുടെ കഴുത്തിൽ താലി ചാർത്തി. സ്വർണത്തിലും വജ്രത്തിലും തിളങ്ങി നിന്ന നന്ദിനിയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നാൽ ആ ജനത്തിരക്കിനിടയിലും സാവിത്രിയുടെ മുഖത്ത് പൂർണ്ണമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ആ വലിയ ആൾക്കൂട്ടത്തിൽ അവർ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. വിവാഹത്തിന്റെ ആഘോഷങ്ങളെല്ലാം വളരെ വേഗം കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ പുതിയതായി ജീവിതത്തിലേക്ക് വന്ന തന്റെ ഭാര്യയെയും കൂട്ടി ആനന്ദ് വിദേശത്തേക്ക് മടങ്ങി. അവരുടെ യാത്രാവേളയിൽ വലിയ മാളികയുടെ ഉമ്മറത്ത് കണ്ണീരോടെ കൈവീശി കാണിക്കുന്ന തന്റെ അമ്മയെ നോക്കാൻ പോലും ആനന്ദ് മെനക്കെട്ടില്ല. അവന്റെ മനസ്സു നിറയെ തന്റെ പുതിയ ജീവിതവും നന്ദിനിയുമൊത്തുമുള്ള വർണ്ണാഭമായ സ്വപ്നങ്ങളുമായിരുന്നു. ആ കാർ ഗേറ്റ് കടന്നു പോയപ്പോൾ സാവിത്രി ആ വലിയ വീടിന്റെ ശൂന്യതയിലേക്ക് നോക്കി ഒന്ന് നെടുവീർപ്പെട്ടു. സമ്പത്ത് നൽകിയ വലിയൊരു ഇരുട്ട് ആ വീടിനെ പതുക്കെ വിഴുങ്ങാൻ തുടങ്ങിയിരുന്നു. കാലം അതിന്റെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. ശ്രീനിലയം എന്ന ആ മഹാസൗധം നാട്ടുകാരുടെ മുന്നിൽ ആനന്ദിന്റെ സമ്പന്നതയുടെ പ്രതീകമായി തലയുയർത്തി നിന്നെങ്കിലും ആ വലിയ മതിലുകൾക്കുള്ളിൽ സാവിത്രി എന്ന ആ അമ്മ തികച്ചും ഏകാഗിയായിരുന്നു. വിദേശത്തെ ആഡംബര ജീവിതത്തിൽ മുഴുകിയ ആനന്ദും നന്ദിനിയും വർഷത്തിലൊരിക്കൽ മാത്രമാണ് അവധിക്കായി നാട്ടിൽ വന്നിരുന്നത്. അവർ വരുമ്പോഴുള്ള ആ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമാണ് ആ വലിയ വീടിന്റെ നിശബ്ദതയ്ക്ക് അല്പമെങ്കിലും ശമനമുണ്ടായിരുന്നത്. എന്നാൽ ആ ദിവസങ്ങളിലും നന്ദിനിയുടെ പെരുമാറ്റം സാവിത്രിക്ക് വലിയ വേദനയാണ് നൽകിയിരുന്നത്. പണ്ടത്തെ ദാരിദ്ര്യത്തിന്റെ ഓർമ്മകൾ പേറുന്ന തികച്ചും സാധാരണക്കാരിയായ ആ ഗ്രാമീണ സ്ത്രീയോട് നന്ദിനിക്ക് എന്നും പുച്ഛം മാത്രമായിരുന്നു. അവരുടെ വസ്ത്രധാരണത്തെയും ആഹാര രീതികളെയും എന്തിന് പൂജാമുറിയിലെ പ്രാർത്ഥനകളെ പോലും നന്ദിനി പരിഹസിച്ചു.
മകന്റെ സമാധാനമോർത്ത് സാവിത്രി അതെല്ലാം ഒരു നെടുവീർപ്പിൽ ഒതുക്കി സഹിച്ചു പോന്നു. വർഷങ്ങൾ കടന്നുപോയതോടെ സാവിത്രിയെ വാർദ്ധക്യം പിടികൂടി തുടങ്ങിയിരുന്നു. രാപ്പകലില്ലാതെ തുന്നൽ മെഷീൻ ചവിട്ടിത്തേഞ്ഞ അവരുടെ കാലുകൾക്ക് അപ്പോൾ പഴയതുപോലെ നടക്കാൻ കഴിയുമായിരുന്നില്ല. സന്ധിവേദനയും മറ്റു അസുഖങ്ങളും ആ ശരീരത്തെ വല്ലാതെ തളർത്തി. അതിനേക്കാളുപരി ആ വലിയ വീട്ടിലെ ഏകാന്തത അവരെ മാനസികമായി തകർത്തിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ കാറ്റിന്റെ ഇരമ്പൽ കേൾക്കുമ്പോൾ താൻ ആ വലിയ വീട്ടിൽ തനിച്ചാണല്ലോ എന്ന ചിന്ത അവരെ വല്ലാതെ ഭയപ്പെടുത്തി. അങ്ങനെയിരിക്കെ ആനന്ദ് അവധിക്ക് വന്ന ഒരു സായാഹ്നത്തിൽ സാവിത്രി തന്റെ സങ്കടം മകനോട് പങ്കുവെച്ചു. വളരെ ദയനീയമായി അവർ പറഞ്ഞു, മോനെ ആനന്ദ്, അമ്മയ്ക്കിപ്പോൾ തീരെ വയ്യാതായിരിക്കുന്നു. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരുമില്ലല്ലോ. അതുകൊണ്ട് നന്ദിനിയെയും കുട്ടികളെയും ഇനി നാട്ടിൽ നിർത്താമോ? എനിക്കതൊരു വലിയ ആശ്വാസമായിരിക്കും. എന്നാൽ ഈ വിഷയം ആനന്ദ് നന്ദിനിയോട് അവതരിപ്പിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെയാണ് ആ വീട്ടിലുണ്ടായത്. തികഞ്ഞ രോഷത്തോടെയും വെറുപ്പോടെയും നന്ദിനി പൊട്ടിത്തെറിച്ചു. എന്ത്? ആ കിളവിയെ നോക്കാൻ എന്നെ ഇവിടെ നിർത്താനോ? നടക്കാത്ത കാര്യമാണ്. എനിക്കൊന്നും ഇവിടെ നിൽക്കാൻ വയ്യ. ഇവരുടെ ഈ പഴഞ്ചൻ രീതികളും ചിട്ടകളും കണ്ടാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. നന്ദിനിയുടെ ഈ വാക്കുകൾ ആനന്ദിനെ അസ്വസ്ഥനാക്കിയെങ്കിലും ഭാര്യയെ പിണക്കാൻ അവൻ തയ്യാറായില്ല. അമ്മയുടെ കണ്ണീരിനേക്കാൾ അവന് വിലപ്പെട്ടത് ഭാര്യയുടെ സന്തോഷമായിരുന്നു. അങ്ങനെയിരിക്കെ അടുത്ത അവധിക്കാലത്ത് നാട്ടിലെത്തിയപ്പോൾ നന്ദിനി തന്റെ അന്തിമ തീരുമാനം ആനന്ദിനെ അറിയിച്ചു. തികച്ചും നിർദ്ദയമായ ഒരു അന്ത്യശാസനം. എനിക്കിനി ഈ അമ്മയുടെ കൂടെ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ. ഒന്നുകിൽ ഇവരെ ഏതെങ്കിലും നല്ലൊരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുക, അല്ലെങ്കിൽ ഞാൻ എന്റെ കുട്ടികളെയും കൂട്ടി എന്റെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. നന്ദിനിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആനന്ദിന് വല്ലാത്തൊരു നടുക്കമുണ്ടായി. ഒരു നിമിഷം അവന്റെ മനസ്സ് പിന്നോട്ട് സഞ്ചരിച്ചു. തനിക്ക് പനി വന്നപ്പോൾ ഉറങ്ങാതെ കാവലിരുന്ന അമ്മ, സ്വന്തം വിശപ്പ് വകവെക്കാതെ തനിക്ക് ചോറുരുടകൾ വാരിത്തന്ന അമ്മ, വിരലുകളിൽ സൂചി കൊണ്ട് രക്തം വന്നപ്പോഴും മെഷീൻ ചവിട്ടി തന്നെ പഠിപ്പിച്ച അമ്മ. ആ ഓർമ്മകൾ അവനെ ഒരു നിമിഷം വേട്ടയാടിയെങ്കിലും അഹന്തയും സ്വാർത്ഥതയും ആ നല്ല ചിന്തകളെ നിഷ്കരണം അടിച്ചമർത്തി. സമൂഹത്തിലുള്ള തന്റെ വിലയും ഭാര്യയുടെ സമ്പത്തും നഷ്ടപ്പെടാതിരിക്കാൻ അവൻ സ്വന്തം അമ്മയെ ബലികഴിക്കാൻ തന്നെ തീരുമാനിച്ചു. നന്ദിനിയുടെ അഭിപ്രായം ശരിവെച്ച് സാവിത്രിയെ നഗരത്തിലുള്ള കരുണാലയം എന്ന വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് രാത്രി ഒരു 8 മണിയായി കാണും. പതിവില്ലാതെ ആനന്ദ് അമ്മയുടെ മുറിയിലേക്ക് വന്നു. അല്പം പതർച്ചയോടെ അമ്മയുടെ കണ്ണുകളിൽ നോക്കാതെ അവൻ പറഞ്ഞു, അമ്മേ, നാളെ രാവിലെ നമുക്ക് ഒരിടം വരെ പോകണം. 10 മണിയാകുമ്പോഴേക്കും അമ്മ റെഡിയാകണം. ഒന്നും മനസ്സിലാകാതെ സാവിത്രി ചോദിച്ചു, എങ്ങോട്ടാ മോനെ? കുട്ടികളും നന്ദിനിയും വരുന്നില്ലേ? അതോ നമ്മൾ തനിച്ചാണോ പോകുന്നത്? തന്റെ കുറ്റബോധം മറച്ചു വെച്ചുകൊണ്ട് അവൻ മറുപടി നൽകി, ഇല്ല അമ്മേ, നമ്മൾ തനിച്ചാണ് പോകുന്നത്. അവർക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ മരുന്നുകളും അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും ആ ബാഗിൽ എടുത്തു വെച്ചോളൂ. ശരി മോനെ. യാതൊരു സംശയവുമില്ലാതെ തന്റെ മകൻ തന്നെ ഒരിക്കലും കൈവിടില്ലെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ആ അമ്മ സമ്മതിച്ചു. അന്നു രാത്രി ആനന്ദിന് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് പോലെ അവന് തോന്നി. മനസാക്ഷി അവനെ കുത്തി നോവിച്ചു കൊണ്ടിരുന്നു. എങ്കിലും നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ വളരെ സന്തോഷവതിയായിരുന്നു നന്ദിനി. തന്റെ വലിയൊരു തലവേദന ഒഴിയാൻ പോകുന്നതിന്റെ ആശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവൾ ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് അമ്മയ്ക്കുള്ള വെള്ളവും കുറച്ച് സാധനങ്ങളും കാറിന്റെ ഡിക്കിയിൽ വെച്ച് ആനന്ദ് തയ്യാറായി. മകനോടൊപ്പം എങ്ങോട്ടോ പോകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ പുതിയൊരു കസവ് സാരി എടുത്ത് സാവിത്രിയും എത്തി. ആനന്ദ് അമ്മയുടെ കൈപിടിച്ച് ബാഗും വാങ്ങി അവരെ കാറിന്റെ മുൻസീറ്റിൽ കയറ്റിയിരുത്തി. കാർ നഗരം ലക്ഷ്യമാക്കി കുതിച്ചു. വളരെ ദൂരം പിന്നിട്ടപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ആ വൃദ്ധസദനത്തിന്റെ വലിയ ഗേറ്റിന് കുറച്ചകലെയായി അവൻ കാർ നിർത്തി. അപ്പോഴാണ് അമ്മയ്ക്കുള്ള ടൂത്ത് പേസ്റ്റും മറ്റു ചില അത്യാവശ്യ സാധനങ്ങളും എടുക്കാൻ മറന്ന കാര്യം അവൻ ഓർമ്മ വന്നത്. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ ഇപ്പോൾ വരാം. ഒരു സാധനം വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. ഇതും പറഞ്ഞ് അവൻ കാർ അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു. അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി ബില്ല് കൊടുക്കാനായി കൗണ്ടറിലേക്ക് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അവൻ കണ്ടു. ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായില്ലെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. ദാ ആനന്ദ്, ഞാനാടാ ഹരികൃഷ്ണൻ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ആ ചോദ്യം കേട്ടതും ആനന്ദ് അത്ഭുതത്തോടെ അവനെ നോക്കി. തന്റെ പഴയകാല സ്കൂൾ സുഹൃത്തായ ഹരികൃഷ്ണനായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടലിൽ രണ്ടുപേർക്കും വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. എത്ര കാലമായടാ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? നീ ഇപ്പോൾ എവിടെയാ? പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയതിനു ശേഷം ഞാൻ നിന്നെ കണ്ടിട്ടേയില്ലല്ലോ. ഹരികൃഷ്ണൻ വലിയ ആവേശത്തോടെ സംസാരിച്ചു തുടങ്ങി. നിന്നെക്കുറിച്ച് ഞാൻ പലരോടും ചോദിച്ചിരുന്നു. പിന്നെ തിരക്കുകൾ കാരണം കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ എന്തായാലും നിന്റെ വീട്ടിൽ വരണമെന്നും അമ്മയെ കാണണമെന്നും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു.
ഇപ്പോഴെങ്കിലും എനിക്ക് നിന്നെ കാണാൻ സാധിച്ചല്ലോ. ഹരികൃഷ്ണന്റെ കണ്ണുകളിൽ വലിയൊരു തിളക്കമുണ്ടായിരുന്നു. അവൻ തുടർന്നു, എവിടെയാടാ അമ്മ? അമ്മയ്ക്ക് സുഖമാണോ? എനിക്ക് അമ്മയെ ഒന്ന് കാണണം ആനന്ദ്. പണ്ട് ആ കൈകൊണ്ട് എനിക്ക് എത്രയോ തവണ ഭക്ഷണം തന്നിട്ടുണ്ട്. എന്തൊരു രുചിയായിരുന്നു ആ കഞ്ഞിക്ക്. ഇപ്പോഴും അതിന്റെ സ്വാദ് എന്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. സ്വന്തമായി ഒരു അമ്മയില്ലാത്ത എനിക്ക് ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് ആദ്യമായി കാണിച്ചു തന്നത് നിന്റെ അമ്മയാണ്. അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ലടാ. ഹരികൃഷ്ണന്റെ ആ വാക്കുകൾ ആനന്ദിന്റെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അവൻ നിശ്ചലനായി നിന്നുപോയി. സൂപ്പർ മാർക്കറ്റിന്റെ ആൾത്തിരക്കിനിടയിലും ഹരികൃഷ്ണന്റെ ശബ്ദം ആനന്ദിന്റെ കാതുകളിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. ആനന്ദ് നിശ്ചലനായി നിന്നുപോയി. ഹരികൃഷ്ണൻ പഴയ ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ലയിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പലപ്പോഴും നിന്റെ അമ്മ നിന്നെ ഊട്ടുമ്പോഴും വാത്സല്യത്തോടെ തലോടുമ്പോഴും ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. എനിക്കും ഇതുപോലൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട്. ഡാ ആനന്ദ്, നീ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മകനാണ്. സ്വന്തമായ സർവസ്വവും നഷ്ടപ്പെട്ടിട്ടും തന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ പുണ്യവതിയായ അമ്മയെ കിട്ടിയ നിന്നെ കണ്ട് എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ ഹരികൃഷ്ണന്റെ കണ്ണുകളിൽ നേരിയൊരു നനവ് പടരുന്നത് ആനന്ദ് കണ്ടു. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഹരികൃഷ്ണൻ ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു, നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവരുടെ വില ശരിക്കും മനസ്സിലാകില്ലടാ. എന്നാൽ അവർ മരണപ്പെട്ട് നമ്മുടെ കൺമുന്നിൽ നിന്നും എന്നേക്കുമായി മാഞ്ഞുപോയാൽ ആ നഷ്ടം ലോകത്ത് മറ്റെന്ത് നൽകിയാലും നികത്താൻ പറ്റാത്ത ഒന്നാണെന്ന് അപ്പോഴേ നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ പൊന്നുപോലെ നോക്കണം, ആവോളം സ്നേഹിക്കണം. അവരാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ ഭാഗ്യനക്ഷത്രങ്ങൾ. തന്റെ കണ്ണുനീർ മറച്ചു വെക്കാൻ പാടുപെട്ടുകൊണ്ട് ഹരികൃഷ്ണൻ പറഞ്ഞു, എന്തായാലും എനിക്ക് നാളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു തിരക്കുണ്ട്. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വരും. എന്റെ സ്നേഹാന്വേഷണങ്ങൾ അമ്മയെ അറിയിക്കണം കേട്ടോ. എന്നെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാകുമോ എന്നറിയില്ല. സ്നേഹം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ യാത്ര ചോദിച്ച് ഹരികൃഷ്ണൻ ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു. ഹരികൃഷ്ണൻ പോയ വഴിയെ നോക്കി ആനന്ദ് ഒരു ശിലാപ്രതിമ പോലെ നിന്നു. ആ വാക്കുകൾ ഓരോന്നും മൂർച്ചയേറിയ അസ്ത്രങ്ങൾ പോലെ അവന്റെ ഹൃദയത്തിൽ തറച്ചു കയറിയിരുന്നു. അവന്റെ ശിരസിൽ എന്തോ വല്ലാതെ പെരുകുന്നത് പോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. കഴിഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണപ്പോൾ തന്നെ താങ്ങി നിർത്തിയ അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചും അവരൊരു നിമിഷം ഓർത്തുപോയി. ചോറ്റുപാത്രമില്ലാതെ സ്കൂളിൽ പോയപ്പോൾ തളരാതെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചതും വിരലുകളിൽ സൂചി കുത്തിക്കയറി ചോരയൊലിച്ചിട്ടും തനിക്കായി രാപ്പകൽ അധ്വാനിച്ചതും ആ അമ്മയല്ലേ? താനൊരു വലിയ നിലയിലെത്താൻ വേണ്ടി ക്ഷേത്രമുറ്റത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ച ആ അമ്മയെയാണോ തന്റെ വൃത്തികെട്ട അഹങ്കാരത്തിന്റെ പേരിൽ താൻ വഴിയാധാരമാക്കാൻ പോകുന്നത്? ഞാൻ എത്ര വലിയൊരു മഹാപാപിയാണ്! ആനന്ദിന്റെ ഉള്ളം കേണു. സ്വപ്നത്തിൽ പോലും തന്റെ അമ്മയെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കാൻ പാടില്ലാത്ത താൻ എന്തിനാണ് ഇങ്ങനെ ഒരു കൊടും പാപം ചെയ്യാൻ മുതിർന്നത്? ആനന്ദിന്റെ ദേഹം വിയർത്തു. അവന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന് പോലും തോന്നിപ്പോയി. സമ്പത്ത് സൃഷ്ടിച്ച അഹന്തയുടെ വലിയൊരു കോട്ട അവന്റെ മനസ്സിൽ നിമിഷ നേരം കൊണ്ട് തകർന്നു വീണു. തന്റെ തെറ്റ് പൂർണ്ണമായും ബോധ്യപ്പെട്ട ആ പശ്ചാത്താപിയായ അവൻ മാറി. പിന്നെ അവന് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ച് ഒരു ഭ്രാന്തനെ പോലെ അവൻ കാറിനടുത്തേക്ക് ഓടി. കാറിനരികിലെത്തി അവൻ കണ്ടത് മുൻസീറ്റിൽ യാതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന തന്റെ അമ്മയെയാണ്. ആ ചുളിവ് വീണ മുഖത്ത് തികഞ്ഞ ശാന്തതയായിരുന്നു. തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നോർത്ത് അവർ ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല. കാരണം തന്റെ മകൻ തന്നെ ചതിക്കില്ലെന്ന പൂർണ്ണമായ വിശ്വാസം ആ അമ്മയ്ക്കുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ആനന്ദിന്റെ നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. അവൻ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വൃദ്ധസദനത്തിലേക്കുള്ള ആ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിച്ച് അവൻ വണ്ടി നേരെ ശ്രീനിലയം ലക്ഷ്യമാക്കി തിരിച്ചുവിട്ടു. ആ മടക്കയാത്ര യഥാർത്ഥത്തിൽ അവനിലേക്കുള്ള സ്നേഹത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവായിരുന്നു. കാർ വീടിന്റെ പോർച്ചിൽ വന്നു നിന്നപ്പോഴാണ് സാവിത്രി ഉറക്കമുണർന്നത്. താൻ വീണ്ടും സ്വന്തം വീട്ടിൽ തന്നെ എത്തിയത് കണ്ട് അവർക്കൊന്നും മനസ്സിലായില്ല. ആനന്ദ് വേഗം പുറത്തിറങ്ങി. അമ്മയുടെ ഡോർ തുറന്ന് അതിയായ വാത്സല്യത്തോടെ ആ കൈകൾ പിടിച്ച് പുറത്തിറക്കി. ബാഗും എടുത്ത് അമ്മയെയും ചേർത്ത് പിടിച്ച് അവൻ വീടിനകത്തേക്ക് കയറി. ഈ കാഴ്ച കണ്ട് വാതിൽക്ക് നിന്നിരുന്ന നന്ദിനി അക്ഷരാർത്ഥത്തിൽ അമ്പരന്നു പോയി. തന്റെ വലിയൊരു ബാധ്യത ഒഴിഞ്ഞുപോയി എന്ന് കരുതിയിരുന്നവൾക്ക് ഈ മടങ്ങിവരവ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദേഷ്യത്തോടെ എന്തോ ചോദിക്കാൻ ഭാവിച്ചുകൊണ്ട് അവൾ ആനന്ദിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ആനന്ദിന്റെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു പന്തികേട് തോന്നി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗൗരവവും തീക്ഷ്ണതയും ആ മുഖത്തുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ നന്ദിനിയെ നോക്കി ഗാംഭീര്യത്തോടെ പറഞ്ഞു, നന്ദിനി, നീ ഇങ്ങനെ അമ്പരപ്പോടെ എന്നെ നോക്കണ്ട. എനിക്ക് നിന്നോടൊരു കാര്യം വ്യക്തമായി പറയാനുണ്ട്. അത് കേൾക്കുക. ഞാൻ എന്റെ അമ്മയെ എവിടേക്കും കൊണ്ടുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ജനനം തന്ന, എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ അമ്മ എന്റെ ജീവനുള്ള കാലത്തോളം ഈ വീട്ടിൽ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിനക്ക് മരണം വരെ എന്റെ അമ്മയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുമോ ഇല്ലയോ? എനിക്കിപ്പോൾ രണ്ടിലൊന്നും അറിയണം. അവന്റെ ശബ്ദം ആ വീടിന്റെ ചുമരുകളിൽ പ്രതിധ്വനിച്ചു. നന്ദിനി ഒന്നും മിണ്ടാനാകാതെ സ്തംഭിച്ചു നിന്നു. ആനന്ദ് തുടർന്നു, എന്റെ അമ്മയെ സ്നേഹിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിനക്ക് ഇവിടെ ഈ വീട്ടിൽ എന്റെ ഭാര്യയെ തുടരാം. അല്ലാത്ത പക്ഷം നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നന്ദിനി.
ഇന്ന് എന്റെ അമ്മ അനുഭവിച്ച അതേ അവസ്ഥ നാളെ നമുക്കും വരാനിരിക്കുന്നതേയുള്ളൂ. എന്റെ അമ്മ എന്നെ വളർത്തിയതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്. നമ്മൾ അവർക്കെന്ത് മാതൃകയാണോ നൽകുന്നത് അത് തന്നെയാകും വാർദ്ധക്യത്തിൽ അവർ നമുക്കും തിരികെ നൽകുക. ഈ പ്രകൃതിയുടെ നിയമം അതൊന്നു മാത്രമാണ്. ഇത്രയും പറഞ്ഞ് ആനന്ദ് തന്റെ അമ്മയെയും കൂട്ടി അവരുടെ മുറിയിലേക്ക് നടന്നു. ആനന്ദിന്റെ ആ വാക്കുകൾ നന്ദിനിയുടെ അഹങ്കാരത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമായിരുന്നു. അവളുടെ ചിന്തകൾ ശൂന്യമായി. താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തെറ്റിനെ കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങി. തന്റെ സ്വന്തം മക്കൾ ഭാവിയിൽ തന്നോട് ഇതേപോലെ പെരുമാറുന്ന രംഗം അവൾ മനസ്സിൽ കണ്ടു. ആ ചിന്ത അവളെ വല്ലാതെ ഭയപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ പശ്ചാത്താപം നിറഞ്ഞ മനസ്സോടെ നന്ദിനി സാവിത്രിയുടെ മുറിയിലേക്ക് വന്നു. അവിടെ കട്ടിലിരിക്കുന്ന സാവിത്രിയുടെ കാൽക്കൽ വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. എന്നോട് ക്ഷമിക്കണം അമ്മേ, എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. എന്റെ അഹങ്കാരം എന്നെ കണ്ണു കാണാതാക്കി. എനിക്ക് മാപ്പ് തരണം എന്ന് വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇതൊന്നും അറിയാതെ പകച്ചു നിന്ന സാവിത്രി അതിയായ വാത്സല്യത്തോടെ തന്റെ മരുമകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. വാതിലിന് പുറത്തു നിന്നും ഈ കാഴ്ച കണ്ട ആനന്ദിന്റെ ചുണ്ടുകളിൽ അപ്പോൾ വലിയൊരു പുഞ്ചിരി വിടർന്നിരുന്നു. സ്നേഹത്തിന്റെ യഥാർത്ഥ വേരുകൾ അവിടെ വീണ്ടും തളർക്കുകയായിരുന്നു. നാം എന്തു വിതയ്ക്കുന്നുവോ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നാം അത് തന്നെ കൊയ്യും. പ്രകൃതിയുടെ മാറ്റമില്ലാത്ത കാവ്യനീതിയാണത്. ജീവിതം ഒരു നദിയാണ്. ഉത്ഭവസ്ഥാനത്തെ വിസ്മരിച്ച് ആധുനികതയുടെയും സമ്പത്തിന്റെയും പുതിയ തീരങ്ങളിലേക്ക് അഹങ്കാരത്തോടെ കുതിച്ചൊഴുകുന്ന നദി. ആ കുത്തൊഴുക്കിൽ ആനന്ദ് മറന്നുപോയത് തന്നെ ഇന്നത്തെ താനാക്കി മാറ്റിയ ഒരു ഭൂതകാലത്തെയാണ്. സ്വന്തം രക്തവും വിയർപ്പും നൽകി തന്നെ വളർത്തിയെടുത്ത അമ്മയെയാണ്. 10 മാസം ഗർഭപാത്രത്തിൽ ചുമന്ന് സ്വന്തം വിശപ്പും ദാഹവും മറന്ന് കണ്ണീരിന്റെ നനവിൽ ആനന്ദിനെ ഊട്ടി വളർത്തിയ ഒരു അമ്മയുണ്ടായിരുന്നു അവന്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ദാരിദ്ര്യത്തിന്റെ കൊടിയ പടുകുഴിയിൽ വീണപ്പോഴും സ്വന്തം മക്കളുടെ ഭാവി എന്ന ഒറ്റ സ്വപ്നത്തിനു വേണ്ടി രാപ്പകലില്ലാതെ അവർ അധ്വാനിച്ചു. അവന്റെ ഓരോ വിജയങ്ങൾക്കും പിന്നിൽ ആ അമ്മ സ്വന്തം യൗവനവും ജീവനും ഹോമിച്ചിരുന്നു. ഒരു മരം ആകാശം മുട്ടെ വളർന്നു നിൽക്കുമ്പോൾ അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയ അതിന്റെ വേരുകളെ മറക്കുന്നത് എത്രത്തോളം വേദനാജനകമാണ്. അതുതന്നെയായിരുന്നു സമ്പത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തിയപ്പോൾ ആനന്ദ് തന്റെ അമ്മയെ മറന്നതിലൂടെ കാണിച്ചതും. പണവും പദവിയും ഉയർന്നപ്പോൾ ആനന്ദിന്റെ കണ്ണുകളെ ആദ്യം മൂടിയത് അഹങ്കാരമാണ്. പണ്ടത്തെ ദാരിദ്ര്യം അവനൊരു നാണക്കേടായി അനുഭവപ്പെട്ടു. അവന്റെ വളർച്ചയ്ക്കായി ഒരുക്കിത്തീർന്ന ആ അമ്മ വലിയ ആഡംബര വീട്ടിലെ വെറുമൊരു അധികപ്പറ്റായി മാറി. ഭാര്യയുടെയും സമൂഹത്തിന്റെയും മുന്നിൽ സ്വന്തം സ്റ്റാറ്റസ് നിലനിർത്താൻ ജന്മം നൽകിയ അമ്മയെ പോലും വൃദ്ധസദനങ്ങളുടെ ഇരുളറകളിലേക്ക് തള്ളാൻ ആനന്ദ് ഒരവസരത്തിൽ മടിച്ചില്ല. സ്വന്തം മനസാക്ഷിയെ പണയം വെച്ചുകൊണ്ട് അവൻ കെട്ടിപ്പടുത്ത ആ വ്യാജ സ്വർഗങ്ങൾക്ക് എത്ര നാളത്തെ ആയുസ്സുണ്ടാകുമെന്ന് അവൻ ചിന്തിച്ചതേയില്ല. ഇവിടെയാണ് കാലം ആനന്ദിന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചറിവ് ഒളിഞ്ഞു കിടക്കുന്നത്. അന്ന് അവൻ തന്റെ അമ്മയോട് എന്ത് ചെയ്യാൻ തുനിഞ്ഞുവോ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവന്റെ സ്വന്തം മക്കളും വളരുന്നത് എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു. നാളെ അവന്റെ യൗവനം കൊഴിയുമ്പോൾ അവനെയും കാത്തിരിക്കുന്നത് ഇതേ അവഗണനയുടെ പടിയിറക്കങ്ങളായിരിക്കാം. അവൻ തന്റെ അമ്മയ്ക്കായി തുറന്നു വെക്കാൻ ശ്രമിച്ച വൃദ്ധസദനങ്ങളുടെ കവാടങ്ങൾ നാളെ അവന്റെ വരവും കാത്ത് തുറന്നു കിടപ്പുണ്ടാകുമെന്നുള്ള അനിവാര്യമായ സത്യം അവന്റെ കണ്ണു തുറപ്പിച്ചു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നാം അവരുടെ വില തിരിച്ചറിയുന്നില്ല എന്ന വലിയ പാഠം അവൻ ഉൾക്കൊണ്ടു. നഷ്ടത്തിന് ശേഷം വിലപിക്കുന്നതിനേക്കാൾ അർത്ഥവത്താണ് കൂടെയുള്ളപ്പോൾ അവരെ നെഞ്ചോട് ചേർക്കുന്നതെന്ന് ആനന്ദിന് മനസ്സിലായി. തന്റെ അമ്മയുടെ ആ ചുളിവ് വീണ കൈകളിൽ അവൻ മുറുകെ പിടിച്ചു. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കൊരു താങ്ങാകാൻ അവൻ തീരുമാനിച്ചു. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ആ സ്നേഹത്തണലിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സ്വർഗം ഈ ലോകത്ത് മറ്റെവിടെയുമില്ലെന്നും ആനന്ദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.